അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലതാ ജനാസയുടെ കൂടെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ഒരാൾ ചിരിക്കുന്നത് കാണുകയാണ്. ആ ചിരിക്കുന്നത് കണ്ട നേരത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വളരെ ദേഷ്യം പിടിച്ചുകൊണ്ട് ആ മനുഷ്യനോട് പറയുകയാണ്, അത്തദ്ഹഖു മഅൽ ജനാസ, ജനാസയുടെ കൂടെ നടക്കുമ്പോ നിനക്ക് ചിരിക്കാൻ കഴിയുന്നുവോ? ലാ ഉകല്ലിമുക അബദാ. അല്ലാഹുവിന്റെ ദീനിനെതിരെ പ്രവർത്തിക്കുന്ന കക്ഷികളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളോട് സ്വഹാബിമാരുടെ തീക്ഷ്ണത നിങ്ങൾ കാണൂ. ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യനോട് അതിനെ സംബന്ധിച്ച് ഗൗരവത്തോടെ താക്കീത് കൊടുത്തിട്ട് പറയുകയാണ്, ലാ ഉകല്ലിമുക അബദാ, ഞാനിനി നിന്നോട് മിണ്ടുന്നതല്ല. അയാളുമായുള്ള സംസാരം വടിയാനും ഞാൻ നീയുമായൊരു സംസാരമില്ല. കാരണം നീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനത്തിന് എതിര് പറഞ്ഞവനാണ്, അതിന് എതിര് നിന്നവനാണ് എന്നും പറഞ്ഞുകൊണ്ട് സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അതിനെ ഗൗരവത്തോടെ എതിർക്കുകയാണ്. എത്രത്തോളം പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്, വകരിഹൽ ഉലമാഉ, പണ്ഡിതന്മാര് വെറുത്തിട്ടുണ്ട്, അൻ യതകല്ലമ അഹദുൻ ഫിൽ ജനാസ, ജനാസയുടെ കൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നടന്നു പോകുമ്പോ, നമ്മളൊരു മരണ വീട്ടിലാവട്ടെ, അതല്ലെങ്കിൽ ഖബർസ്ഥാനിലേക്ക് ജനാസയുടെ പിന്നാലെ പോകുമ്പോഴാവട്ടെ, സംസാരിക്കാനേ പാടില്ല. വലാ യഖൂലുൽ ഖായിലു ഇസ്തഗ്ഫിറൂ ലിഅഖീകും, നിങ്ങളുടെ അതാ മഞ്ചമിൽ ഏറിക്കൊണ്ടു പോകുന്ന, ആ മയ്യത്ത് കട്ടിലിൽ ഏറിക്കൊണ്ട് യാത്രയാകുന്ന സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണേ എന്നതുപോലും പറഞ്ഞ് സംസാരമുണ്ടാക്കാനോ ശബ്ദമുണ്ടാക്കാനോ പാടില്ല. ഫഖദ് സമിഅ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരിക്കൽ കേട്ടു, റജുലൻ, ഒരാളദാ ഫീ ജനാസത്തിൻ യസീഹു, ഒരു ജനാസയുടെ അടുക്കൽ ഹാജരായപ്പോൾ, ഒരു ജനാസയുമായി പോകുന്ന നേരത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. എന്താണ് അയാൾ വിളിച്ചു പറയുന്നത്? ഇസ്തഗ്ഫിറൂ ലിഅഖീകും, നിങ്ങളുടെ ഈ മരണപ്പെട്ട സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ഈ മനുഷ്യനോട് പറയുകയാണ്, ദേഷ്യം പിടിച്ചിട്ട് പറയുന്നു, ലാ ഗഫറല്ലാഹു ലക്, അല്ല നിനക്ക് പൊറുത്തു തരാതിരിക്കട്ടെ, അല്ല നിന്നോട് പൊറുക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് ഗൗരവത്തിൽ പറഞ്ഞതാണ്. അഥവാ ഈ സമയം മൗനം പാലിക്കേണ്ട നേരമാണ്. മരണചിന്തയിൽ മനസ്സിങ്ങനെ മഥിച്ചുകൊണ്ട് ആ പോകുന്ന മനുഷ്യന്റെ സ്ഥിതി എന്താണ്, ഇനി ഞാൻ എന്റെ സ്ഥിതി എന്താണ്, ഈ രണ്ടുപേരുടെയും പാരത്രികമായ ലോകത്തിന്റെ സ്ഥിതി എന്താണ്, ഇങ്ങനെ മരണചിന്തയെ സംബന്ധിച്ച്, മരണാനന്തരം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഖബറിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ച്, മഹ്ശറിനെ സംബന്ധിച്ച്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് മനസ്സ് ശാന്തമായി സമാധാനത്തോടെ മൗനമായി കൊണ്ട് നടക്കേണ്ട സ്ഥാനത്ത് ഇസ്തഗ്ഫിറൂ ലിഅഖീകും, അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്നത് പോലും, അങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് പോലും വെറുക്കപ്പെട്ട സംഗതിയാണെന്ന് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്താ നമ്മൾ ആലോചിച്ചു നോക്കിയപ്പോ എന്തെങ്കിലും ഉണ്ടോ? ആ മരിച്ചുപോയ സഹോദരന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കൂന്ന ഒരാൾ പറയുന്നത് തെറ്റുണ്ടോ? പക്ഷേ ആ സമയം അത് പറയാൻ കൽപ്പിക്കപ്പെട്ട നേരമല്ല. മൗനം പാലിച്ച് നടക്കാൻ പറഞ്ഞിടത്ത് മൗനം പാലിച്ച് നടക്കണം. ശാന്തഗംഭീരമാകേണ്ട സ്ഥാനത്ത് ശാന്തഗംഭീരമായിരിക്കണം. ഏറ്റവും വലിയ മനസ്സിന്റെ ശാന്തി അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ആ മരണബോധത്തെ സംബന്ധിച്ച് തന്റെ മനസ്സിനെ ഇങ്ങനെ യഥാർത്ഥമായ നിലക്ക് പഠിപ്പിച്ചുകൊണ്ട് വളരെ ശാന്തമായി മൗനിയായി കൊണ്ട് നടന്നു പോകലാണ് ആ ഘട്ടത്തിൽ വേണ്ടത്. എത്രത്തോളം സുഫിയാൻ ഇബ്നു ഉയൈനത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു ഒരിക്കൽ, അനിസ്സുകൂതി ഫിൽ ജനാസതി വമഹദാ യജീഉ ബിഹി, ജനാസയുടെ അടുത്ത് ഹാജരാകുമ്പോഴും ജനാസയുടെ കൂടെ പോകുന്ന നേരത്തുമൊക്കെ മൗനം പാലിക്കുകയും അതുപോലെ തന്നെ നിശബ്ദരാവുകയും ചെയ്യേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. എങ്ങനെയൊക്കെയാണ് അത് പാലിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ മര്യാദ ശ്രദ്ധിക്കേണ്ടത് എന്ന ചോദ്യത്തിന് മഹാനവറുകൾ പറയുന്നത്, അന്ത്യനാളിൽ നിന്റെ സ്ഥിതി നീ ഓർക്കണം.
ഖിയാമത്ത് നാളിൽ പടച്ച തമ്പുരാന്റെ കോടതിയിലേക്കതാ ജനകോടികൾ മുഴുവനും ഒഴുകി വരുമ്പോഴും അവിടെ ഒരാൾ മിണ്ടുന്നില്ലല്ലോ, അവിടെ ഒരാൾ സംസാരിക്കുന്നില്ലല്ലോ. എല്ലാവരും മൗനികളായിക്കൊണ്ട് പേടിച്ചരണ്ട ഖൽബുമായിക്കൊണ്ട് വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയാണ് വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ. പരമകാരുണികനായ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാ ശബ്ദങ്ങളും ഭയവിഹ്വലമായി കൊണ്ട് പതുങ്ങിയിരിക്കുന്നു. അവിടെ ഒന്നും കേൾക്കാനില്ല. ജനകോടികൾ ഒഴുകുന്ന പരലോകത്ത് ആർക്കും ഒന്നും സംസാരിക്കാനില്ല, സംസാരത്തിന്റെ ബഹളങ്ങളില്ല. പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, കാൽപെരുമാറ്റമല്ലാത്ത ഏതാനും ചില ആ നിലക്കുള്ള ചില ചെറിയ ചെറിയ നീക്കങ്ങളല്ലാത്ത ഒന്നും അവിടെ കേൾക്കുന്നതല്ല. ഇതുപോലെ നീ ജനാസയുടെ കൂടെയാകുമ്പോ വളരെ ശാന്തനാവണം, മൗനിയാവണം. നിന്റെ ദിക്ർ കൊണ്ടോ ഖുർആൻ പാരായണം കൊണ്ടോ അതല്ലെങ്കിൽ സ്വലാത്ത് കൊണ്ടോ മറ്റേതെങ്കിലും വർത്തമാനങ്ങൾ കൊണ്ടോ ശബ്ദം ഉയർത്തിക്കൂടാ, സംസാരിച്ചുകൂടാ. നിങ്ങൾ നോക്കൂ, ഖത്താദ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബൂദർദാ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയെ സംബന്ധിച്ചു പറയുന്നു, അദ്ദേഹത്തിനും ഉണ്ടായി ഒരിക്കൽ ഒരു അനുഭവം. അദ്ദേഹം ഒരു ജനാസയുടെ കൂടെ പോകുമ്പോ അതാ നളറയില റജുലിൻ യദ്ഹഖു ഫീ ജനാസത്തിൻ, ജനാസയുടെ കൂടെ നടക്കുകയായിട്ട് പോലും ചിരിക്കുന്നത് കാണുകയാണ്. നിങ്ങൾ ഇന്നതാ നമുക്ക് ധാരാളം അത് കാണാമല്ലോ. ജനാസ സന്ദർശിക്കാൻ ചെന്ന വീട്ടിലാണെങ്കിൽ ആ മയ്യത്തൊരു കാണൽ ചടങ്ങാണ് പലർക്കും ഇന്ന് ചടങ്ങ്. അതിങ്ങനെ കണ്ടു കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഏതാ ദുന്യാവിന്റെ വർത്തമാനങ്ങൾ പറയുകയാണ്. വെറുതെ ഇരുന്നു കൊണ്ട് പലപ്പോഴും തമാശ പറയുകയാണ്. തമാശകൾ പലപ്പോഴും പുഞ്ചിരിയിലേക്കും, പുഞ്ചിരി ചിലപ്പോൾ പൊട്ടിച്ചിരിയിലേക്കും, അങ്ങനെ പല അവസ്ഥകളിലേക്കുമൊക്കെ നീങ്ങുമ്പോ ഇത് വളരെ ഗൗരവത്തോടെ മുസ്ലിമെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അതാണ് ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഖുർആനോദരുതെന്ന് പറഞ്ഞിട്ട് ഖുർആനോത്ത് നിർത്തിവെച്ചിട്ട് അതല്ലെങ്കിൽ ജനാസയുടെ കൂടെ പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലൽ നിർത്തിവെച്ചിട്ട് നീ രാഷ്ട്രീയം പറഞ്ഞോ, മറ്റു വർത്തമാനങ്ങൾ പറഞ്ഞോ, പത്രം വായിച്ചോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തോളൂ എന്ന് ജനങ്ങളോട് നമ്മൾ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില കുബുദ്ധികൾ പ്രസംഗിക്കുന്നുണ്ട്, ലേഖനം എഴുതുന്നുണ്ട്. സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ. ചില മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുകയാണ്, മുജാഹിദ് മൗലവിമാർക്ക് മരിച്ച വീട്ടിൽ വെച്ച് ഖുർആൻ ഓതുന്നതേ തകരാറുള്ളൂ, അവിടെ വെച്ച് മാതൃഭൂമി വായിക്കാം, ദേശാഭിമാനി വായിക്കാം, ചന്ദ്രികാ പത്രം വായിക്കാം, മനോരമ വായിക്കാം, രാഷ്ട്രീയം പറയാം, അള്ളാന്റെ ഖുർആൻ ഓതുന്നത് മാത്രമേ ഈ വർഗത്തിന് വെറുപ്പുള്ളൂ എന്ന് നാണമില്ലാതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. എത്ര ഗുരുതരമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ പറഞ്ഞു, നിങ്ങൾ മരിച്ച വീട്ടിൽ ചെന്നാൽ ഖുർആൻ ഓതരുത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയല്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ജനാസയുടെ സമീപത്ത് ചെന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം ഖുർആൻ ഓതരുതെന്ന് പറഞ്ഞാൽ മറ്റു വർത്തമാനങ്ങൾ പറയണമെന്നാണോ, മറ്റു കാര്യങ്ങൾ സംസാരിക്കണമെന്നാണോ? അങ്ങനെയൊക്കെ ഗവേഷണം ചെയ്തെടുത്തിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളോട് വെറുപ്പ് ഉണ്ടാക്കി തീർക്കാനുള്ള കുതന്ത്രങ്ങൾ പലരും മെനയുമ്പോ പെട്ടുപോകരുത് എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ജനാസയുടെ കൂടെ പോകുമ്പോഴും അവർക്ക് ദിക്റിനോടാണ് വെറുപ്പ്. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പോലും, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. അറേബ്യൻ മുശ്രിക്കുകളെ കുറിച്ചിറങ്ങിയ ആയത്താണത്. ആ മുശ്രിക്കുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവരതാ അഹങ്കാരികളായി തിരിഞ്ഞു നടക്കുന്നു എന്ന് മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചു പറഞ്ഞ ആയത്ത്. അതാ മുജാഹിദിന്റെ സ്വഭാവമാണത്. ജനാസയുടെ കൂടെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾക്ക് വെറുപ്പാണെന്ന് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞ് ഖുർആനിനെ എടുത്ത് ദുർവ്യാഖ്യാനിക്കുന്ന കക്ഷികൾ പോലും സങ്കടത്തോടുകൂടെ പറയേണ്ടി വരുന്നു. ഈ രൂപത്തിലാണ് ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ആ നിലക്ക് നിങ്ങൾ അങ്ങനെ ദിക്റ് ചെല്ലണ്ടെന്ന് പറഞ്ഞ വേറെ വർത്താനം പറഞ്ഞു എന്നല്ല ഇതിന്റെ അർത്ഥം. ദിക്റ് പോലും ശബ്ദമുയർത്തിക്കൂടായെങ്കിൽ, ഖുർആൻ കൊണ്ട് ശബ്ദമുയർത്തിക്കൂടായെങ്കിൽ, സ്വലാത്ത് കൊണ്ട് ശബ്ദമുയർത്തിക്കൂടായെങ്കിൽ ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കുക എന്താണ്, അതുപോലും പാടില്ലാത്ത സന്ദർഭമാണിതെങ്കിൽ ഞാൻ മൗനം പാലിക്കണമല്ലോ, മറ്റു വർത്തമാനങ്ങൾ പറയാൻ പാടില്ലല്ലോ, ഞാൻ ചിരിച്ചുകൂടല്ലോ. എങ്ങനെ ചിരി വരാനാണ് ജനാസയുടെ കൂടെ പോകുമ്പോ? അതാണ് ഖത്താദ റളിയല്ലാഹു തആല അൻഹു സംഭവം ഓർമ്മപ്പെടുത്തുന്നത്. അതാ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു ജനാസയുടെ കൂടെയായപ്പോ ഒരാൾ ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടുന്നു. ഫഖാല ലഹു, മഹാനവറുകൾ ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഉടനെ തിരുത്തി കൊടുക്കുകയാണ്. അമാ കാന ഫീമാ റഅയ്ത മിൻ ഹൗലിൽ മൗതി മാ യുശ്ഗിലുക അനിൽ ദഹ്കി, നീ മരണത്തിന്റെ ഈ ഭീകരമായ ഈ ദൃശ്യങ്ങളും അവസ്ഥകളും ഈ സാഹചര്യങ്ങളും ഒക്കെ കണ്ടിട്ടും നിനക്ക് ചിരി മതിയാക്കാനായിട്ടില്ലേ? നിനക്കെങ്ങനെ ചിരിക്കാനാകുന്നു? അപ്പോകുന്ന മനുഷ്യനെ കണ്ടില്ലേ? എങ്ങോട്ടാണ് ആ യാത്ര? നിനക്കും ഇതുപോലെ കിടന്ന് ഈ വാഹനത്തിൽ പോകണ്ടേ? അവസാന യാത്ര ഇതാ, അവസാന വാഹനപ്പുറത്തേറി പോകുന്നത് കാണുമ്പോഴും ചിരിക്കാൻ നിനക്കെങ്ങനെ സാധ്യമാകുന്നു? നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ട ചോദ്യമാണത്. മഹാന്മാരായ സ്വഹാബത്തും താബീഈങ്ങളുമൊക്കെ അതാ ജനാസയുടെ കൂടെ ആകുമ്പോ, മരണപ്പെട്ട വീട്ടിലാവട്ടെ, ജനാസ അടക്കുന്ന ഖബറിന്റെ ചുറ്റുമാകട്ടെ, അതല്ലെങ്കിൽ ജനാസയുടെ കൂടെ യാത്ര പോകുന്ന നേരത്തോ ആകട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ കണ്ടെത്തിയാൽ പോലും വിദേശത്ത് നിന്ന് വന്നെത്തിയ ഒരു സഹോദരനാണ്, നാളുകളോളമായി ആ സഹോദരനെ ഞാൻ കണ്ടുമുട്ടിയിട്ട്, ഞാൻ അയാളെ കണ്ടുമുട്ടിയത് ഒരു മരണ വീട്ടിൽ വെച്ചാണ്, അതല്ലെങ്കിൽ ജനാസയുടെ കൂടെ നടക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ ഖബറിന്റെ സമീപത്ത് വെച്ചാണെങ്കിൽ സലാം പറയലല്ലാത്ത മറ്റൊരു വർത്തമാനങ്ങളും പറയാറില്ല. ഈ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് സംസാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലായിരുന്നു അവരുടെ പതിവ്. പറഞ്ഞു മനസ്സിലായോ? നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം. നമ്മൾ ചിലപ്പോൾ കുറെ കാലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളോളമായിട്ട് കാണാത്ത ഒരു സ്നേഹിതനെ ഒരു മരണ വീട്ടിൽ വെച്ചാവും കാണുന്നത്, ജനാസയുടെ അരികിൽ വെച്ച്, അല്ലെങ്കിൽ ജനാസയുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാവും ശ്രദ്ധയിൽപ്പെടുന്നത്, അല്ലെങ്കിൽ ഖബർസ്ഥാനിൽ സംസ്കരണ ചടങ്ങുകൾ നടക്കുന്നതിനിടക്കാവും കാണുന്നത്. ആ നേരത്തൊരാളോട് കുശലം പറയാൻ പോകണ്ടാണ്. ആ നേരത്ത് സ്വഹാബത്തും താബീഈങ്ങളും ഒക്കെ അങ്ങനെ ഒരാളെ കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയാലും അസ്സലാമു അലൈക്കും എന്ന് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള പ്രാഥമിക മര്യാദ സലാം പറയലിൽ ഒതുക്കലല്ലാത്ത മറ്റു കുശലാന്വേഷണങ്ങളൊന്നും, നീ എത്ര കാലമായി വന്നിട്ട്, എന്നാണ് ഇനി മടങ്ങി പോകുന്നത്, എന്താ നിന്റെ കുടുംബ വിശേഷങ്ങൾ, സുഖം തന്നെയല്ലേ, എത്ര മക്കളുണ്ട്, എന്താണ് മറ്റു കാര്യങ്ങൾ, ഇതൊന്നും ചോദിക്കാൻ അവർക്ക് മനസ്സ് വന്നിരുന്നില്ല. കാരണം സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, കിബിറ് കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടല്ല. ഇപ്പൊ അതൊന്നും ചോദിക്കേണ്ട നേരമല്ലല്ലോ. എന്റെ സഹോദരനല്ലേ ഖബറിലേക്ക് പോകുന്നത്, എന്റെ സഹോദരനല്ലേ ഖബറിൽ വെക്കപ്പെട്ടിരിക്കുന്നത്, എന്റെ സഹോദരനല്ലേ മരിച്ചു കിടക്കുന്നത്. അല്ലാ, എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ? ഞാൻ ആ സ്ഥാനത്താകുമ്പോ എന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലാ എന്നോർത്തുകൊണ്ട് ചിന്തിക്കേണ്ട നേരമായതുകൊണ്ട് മറ്റു വർത്തമാനങ്ങളിലേക്കൊന്നും തീരെ കടന്നുപോയിക്കൂടാ. ഇതാണ് സ്വഹാബത്തിന്റെ പതിവ്. ഈ ചരിത്രങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് നമ്മളോട്. ഞാൻ ഈ വായിച്ചതും കേൾപ്പിച്ചതും അല്ലാത്തതുമായ ഒട്ടേറെ സംഭവങ്ങൾ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ചരിത്രങ്ങളിൽ ഇങ്ങനെ മഹാന്മാരായ സ്വഹാബിമാരും താബീഈങ്ങളും ഒക്കെ മരണ വീട്ടിൽ അവരുടെ അച്ചടക്കം, ജനാസയുടെ കൂടെ അവരുടെ അച്ചടക്കം, ജനാസ സംസ്കരണത്തിന്റെ ഘട്ടത്തിൽ അവരുടെ അച്ചടക്കം, ഇതൊക്കെ ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഫഹാദാ ഖൗഫ് അറിയണേ ജനങ്ങളെ, മുൻഗാമികളായ നമ്മുടെ നേതാക്കന്മാർക്ക് മിനൽ മൗത്തി, മരണത്തെ സംബന്ധിച്ചുള്ള പേടി ഇത്രത്തോളം ഉണ്ടായിരുന്നു.
മരിക്കണല്ലോ എന്നുള്ള പേടിയല്ല, അതുമായി ബന്ധപ്പെട്ട് പടച്ചവനെ നിന്റെ കോടതിയിൽ ആ ഒരവസ്ഥയെ സംബന്ധിച്ചുള്ള ബോധം കൊണ്ട് അവരുടെ മനസ്സിൽ നടുക്കമുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നൊരു നോക്കൂ, എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണ് ജനങ്ങളെ? അതാ ഭൂരിപക്ഷം ജനങ്ങളെയും ഇന്ന് നിനക്ക് കാണാം, യശ്ഹദുൽ ജനാസ, അവൻ ജനാസയുടെ അടുക്കൽ ഹാജരാകുന്നു, അവൻ ജനാസയുടെ കൂടെ ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും അവൻ തമാശയിലാണ്, അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളെ പറ്റി അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മാർക്കറ്റിൽ വെച്ച് സംസാരിക്കും പോലെ കച്ചവട കാര്യങ്ങളും അതിന്റെ പുരോഗതിയും അതിന്റെ നേട്ടകോട്ടങ്ങളും, അങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങൾ സംസാരിക്കുവാൻ തെല്ലും മടിയില്ലാത്ത ഒരു കാലമായി പോയല്ലോ ഇന്നത്തെ സ്ഥിതി എന്ന് ഈ പണ്ഡിതൻ ഇതൊക്കെ ഉദ്ധരിച്ചിട്ട് വളരെ ദുഃഖത്തോടുകൂടി അദ്ദേഹത്തിന്റെ വിഷമം പങ്കുവെക്കുന്നു. ആളുകൾക്ക് മക്ബറയിൽ വെച്ച് പോലും അഥവാ ജനാസ ഖബറടക്കുന്നിടത്ത് വെച്ച് പോലും ഗീബത്ത് പറയാനോ ചിരിക്കാനോ, അതുപോലെ തന്നെ ജനാസയുടെ പിന്നാലെ പോകുമ്പോഴും മരണ വീട്ടിൽ വെച്ചും അത് ജനാസ അടക്കുന്ന സ്ഥലത്ത് ദൂരെ മാറി നിന്നിട്ടുമൊക്കെ പുകവലിക്കുന്ന ആളുകളില്ലേ? പുകവലി ഏത് സമയത്തും പാടില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ ആ നികൃഷ്ടമായ സംഗതി ജനാസയുടെ കൂടെ പുകവലിച്ചുകൊണ്ട് നീങ്ങുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പലരും പറയുന്ന ആളുകളുണ്ട്, മൊബൈൽ എടുത്തുകൊണ്ട് സംസാരിക്കുന്നവരുണ്ട്, മൊബൈൽ എടുത്തുകൊണ്ട് വിശേഷം പറയുന്നവരുണ്ട്. അതേപോലെ തന്നെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇന്നതാ മരണ വീട്ടിൽ സന്ദർശിക്കാൻ ചെന്നാൽ അവിടെയും അവന്റെ മൊബൈലിൽ നിന്ന് സംഗീതമാണ് ഉതിരുന്നത്. ജനാസയുടെ കൂടെ പോകുമ്പോ സംഗീതമാണ് ഉതിരുന്നത്. നിസ്കാരത്തിന്റെ വേളയിൽ സംഗീതമാണ് പുറത്തു വരുന്നത്. അതാ ഖബർസ്ഥാനിൽ ഖബറടക്കം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ മനുഷ്യന്റെ മനസ്സിൽ അതാ പിന്നെയും ദുനിയാവിന്റെ മോഹങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നിലക്കുള്ള ചിന്തകൾ ഉദ്ദീപിപ്പിക്കുന്ന ആ വർത്തമാനങ്ങൾ അടങ്ങുന്ന കാര്യങ്ങൾ, അവിടെയും സംഗീതത്തിന്റെ ശബ്ദങ്ങൾ. ആ രൂപത്തിലൊക്കെ മനുഷ്യൻ ഇന്ന് ദുനിയാവുമായിട്ട് വല്ലാതെ കെട്ടുബന്ധങ്ങളായി പോയി. മുൻഗാമികൾ അങ്ങനെയല്ല. കാരണം പണ്ഡിതന്മാര് പറയാനില്ലേ, അന്ന ജനായിസഹും കാനത്ത് അലാ ഇൽതിസാമിൽ അദബ്, അവരുടെ ജനാസകളൊക്കെ അവരുടെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ അദബോടെയായിരുന്നു, വളരെ അടക്കത്തോടെയായിരുന്നു, വളരെ ഭക്തിയോടെയായിരുന്നു, വളരെ വിനയത്തോടു കൂടിയായിരുന്നു. ഹത്താ എത്രത്തോളം മുൻഗാമികളുടെ സ്ഥിതി എന്താണ്? ഇന്ന സാഹിബൽ മുസീബ കാന ലാ യഅരിഫു മിൻ ബൈനിഹിം ലികസറത്തി ഹുസ്നിൽ ജമീൽ. ഒരു വീട്ടിൽ ചെന്ന് നോക്കിയാൽ, അതല്ലെങ്കിൽ ഒരു ജനാസയുടെ കൂടെയാകുമ്പോ ആരാണ് ഈ മരണപ്പെട്ട വ്യക്തിയുടെ സന്തപ്ത കുടുംബങ്ങൾ എന്ന് പോലും മനസ്സിലാക്കാൻ സാധ്യമല്ലാതിരിക്കുമാറ് വമാഖദഹും മിനൽ ഖലഖി വൽ ഇൻസിയാജി ബിസബബിൽ ഫിക്റതി ഫീമാ ഹും ഇലൈഹി സായിറൂന വഅലൈഹി ഖാദിമൂൻ. അത്രത്തോളം അവരുടെ മനസ്സിൽ ദുഃഖമുണ്ട്. ഒരു വീട്ടിൽ ചെന്ന് നോക്കിയാലേ, മരിച്ച വീട്ടിൽ കയറി നോക്കിയാലേ ആരാണിപ്പോ ഈ മരണപ്പെട്ടയാളുടെ കുടുംബം എന്ന് തിരിയൂല. കാരണം എല്ലാവരുടെ മുഖത്തും ഒരുപോലെ ദുഃഖം, എല്ലാവരുടെ മുഖത്തും വളരെ ശോകമുഖമായ അന്തരീക്ഷം, എല്ലാവരും വളരെ വ്യസനത്തിൽ, എല്ലാവരും വളരെ സങ്കടത്തിൽ. ആരാണ് മരണപ്പെട്ടയാളുടെ ഉറ്റ കുടുംബം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത്രത്തോളം മുസ്ലിമീങ്ങൾ അന്ന് ഒറ്റക്കെട്ട്, അത്രത്തോളം മുസ്ലിമീങ്ങൾക്കെന്ന് വലിയ ഒരാളുടെ വേദന സർവരുടെയും വേദന, ഒരാളുടെ മാനസികമായ ദുഃഖം സർവർക്കും മാനസികമായ ദുഃഖമാണ്. ആ നിലക്ക് ഒറ്റക്കെട്ടായി ജീവിച്ച സ്വഹാബാ താബീങ്ങളുടെ കഥ എവിടെ? ഇന്നത്തെ സമുദായത്തിന്റെ സ്ഥിതി എവിടെ എന്ന് വിലപിക്കുകയാണ്, വിഷമം പങ്കുവെക്കുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ. അപ്പൊ മുൻഗാമികളുടെയൊക്കെ സമ്പ്രദായം അതാണ്. ആ സമ്പ്രദായത്തിനെതിരെ ധാരാളം ആളുകൾ നീങ്ങുന്നത് നിനക്ക് കാണാം. ഇമാം നവവി അത് രേഖപ്പെടുത്തുകയാണ്. മുൻഗാമികൾ ചെയ്തു വന്നിട്ടുള്ള നടപടിക്രമം, അതുപോലെ തന്നെ ഏറ്റവും ചൊവ്വായ രൂപം, ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട രീതിയും എന്താണ്? അസ്സുകൂതു ഫീ ഹാലിസ്സൈരി മഅൽ ജനാസ, ജനാസയുടെ കൂടെ നടക്കുന്ന വേളയിൽ മൗനം പാലിക്കലാണ്. ഫലാ യുർഫഉ സൗത്തുൻ ബിഖിറാത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക, ഖുർആൻ ഓതുകൊണ്ടോ ദിക്ർ ചൊല്ലിക്കൊണ്ടോ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഉരുവിട്ടുകൊണ്ടോ ശബ്ദം ഉയർത്തിക്കൂടാ. വൽ ഹിക്മത്തു ഫീഹി ളാഹിറത്തുൻ, അതിലടങ്ങിയ യുക്തി ആർക്കും ചിന്തിക്കാതെ തന്നെ പ്രകടമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്താ യുക്തി?
വഹിയ അങ്ങനെ മൗനം പാലിച്ച് നടക്കലാണ് അന്നഹു അസ്കനു ലിഖാതിരിഹി വഅജ്മഉ ലിഫിക്രിഹി ഫീമാ യതഅല്ലഖു ബിൽ ജനാസതി വഹുവൽ മത്ലൂബു ഫീ ഹാദൽ ഹാൽ. ഇത്തരം സന്ദർഭങ്ങളിൽ ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച് അവന്റെ മനസ്സിനെ അതുമായി ഉടക്കി നിർത്തി അവന്റെ മനസ്സിന് സമാധാനം കൊടുത്ത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർത്തലാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. ഇവിടെ സംസാരത്തിന്റെ ഘട്ടമല്ല, ഇവിടെ ഖുർആനോത്തിന്റെ ഘട്ടമല്ല. ഫഹാദാ ഹുവൽ ഹഖ്, ഇതാണ് സത്യം കേട്ടോ, ഇത് മാത്രമാണ് സത്യം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറയുന്നു വലാ തഗ്തറ ബികസറതി മൻ യുഖാലിഫുഹു, ഇതിന് എതിര് ചെയ്യുന്നവരുടെ ആധിക്യം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. അതൊരു വല്ലാത്ത വാക്കാ, അതൊരു വല്ലാത്ത വാക്കാ. എന്താണ് പറഞ്ഞത്? വലാ തഗ്തറ, നീ വഞ്ചിതനായിക്കൂടാ. ബികസറതി മൻ യുഖാലിഫുഹു, ഇതിന് എതിര് പ്രവർത്തിക്കുന്നവരുടെ ആധിക്യം കണ്ടിട്ട് നീ വഞ്ചിതനാവണ്ട. കാരണം എന്താണ്? മനുഷ്യന്റെ മനസ്സിനുണ്ടാകുന്ന ഒരു ദുർബലതയുണ്ട്. അതെന്താ? ഏത് കാര്യമാകട്ടെ ഭൂരിപക്ഷം ഏതിന്റെ പിന്നാലെയാണോ അതിലേക്ക് മനസ്സ് ചായും. എന്ത് തന്നെ തോന്നിയാസമായാലും, എന്ത് തന്നെ കാര്യമായാലും, എന്ത് തന്നെ സുന്നത്തിന് വിരുദ്ധമായതായാലും, എന്ത് തന്നെ ഇസ്ലാമിനെതിരായുള്ള സംഗതിയാണെങ്കിലും പലപ്പോഴും ആളുകൾ പറയും, ഭൂരിപക്ഷത്തെ നോക്കിയിട്ട് പറയും, അവരൊക്കെ അതിന്റെ പിന്നാലെയില്ലേ, അത്രയും ആളുകൾ അതിന്റെ പിന്നാലെയില്ലേ, പിന്നെ നിങ്ങളായിട്ട് എന്തിന് വിട്ടു നിൽക്കുന്നു, നിങ്ങളായിട്ട് എന്തിന് വേറിട്ട് നിൽക്കുന്നു എന്നും പറഞ്ഞ് ഭൂരിപക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് സത്യത്തെ അസത്യമാക്കാൻ, ആ അസത്യത്തെ സത്യമാക്കാൻ വേണ്ടി പലരും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം സത്യമാണെന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സത്യത്തിന് വിരുദ്ധമായി എല്ലാവരും തന്നെ പ്രവർത്തിക്കുന്നത് നീ കണ്ടാലും പെട്ടുപോകരുത് കേട്ടോ, ഉറച്ചു നിന്നോളണം എന്നാണ് പറയുന്നത്. അതാ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്താ മഹാനവറുകൾ പറയുന്നത്? ഇൽസം തുറുഖൽ ഹുദാ വലാ യദുറക ഖില്ലത്തുസ് സാരികീൻ വയ്യാക വതുറുഖൽ ളലാല വലാ തഗ്തറ ബികസറത്തിൽ ഹാലികീൻ. ഇതെല്ലാവരും പഠിച്ചു വെക്കണം. എപ്പോഴും ഈ സ്ഥാനത്തേക്ക് മാത്രമല്ല, ഏത് രംഗത്തും നമുക്ക് ബാധകമായ ഒരു മൗലിക തത്വ പറയുന്നത്. എന്താ പറയുന്നത്? ഇൽസം, നീ മുറുകെ പിടിച്ചോ, നീ ഉറച്ചു നിന്നോളണം, നീ മുറുകെ പിടിച്ചോളണം. തുറുഖൽ ഹുദാ, സന്മാർഗത്തിന്റെ വഴികൾ നീ മുറുകെ പിടിച്ചോളണം. ഹിദായത്തിന്റെ വഴി എന്താണെന്ന് മനസ്സിലായിട്ട് അത് നീ മുറുകെ പിടിച്ചോളണം. വലാ യദുറക ഖില്ലത്തുസ് സാലികീൻ, ആ സത്യത്തിലേക്ക് പ്രവേശിച്ചവരുടെ എണ്ണം വളരെ കുറവാണല്ലോ എന്നോർത്തിട്ട് നീ സങ്കടപ്പെടരുത്. സത്യത്തിന്റെ പിന്നാലെ എന്നും ആളുകൾ കുറവായിരിക്കും, സത്യത്തെ അംഗീകരിക്കുന്നവർ എന്നും ന്യൂനപക്ഷമായിരിക്കും. അത് ഈ ലോകത്തിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഖുർആൻ തന്നെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഖുല്ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബു വലൗ അഅജബക കസറത്തുൽ ഖബീസ്, നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല കേട്ടോ. ചീത്തയുടെ ആധിക്യം നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി, എവിടെ നോക്കിയാലും ചീത്തക്കായിരിക്കും മെജോറിറ്റി. ചീത്തയുടെ മെജോറിറ്റി കണ്ടിട്ട് അത് ശരിയല്ലേ, അതിലും കുറച്ച് കാര്യല്ലേ എന്ന് തോന്നിപ്പോകരുത്. സത്യത്തിലേക്ക് പ്രവേശിച്ചവരുടെ എണ്ണം, സത്യം പറയുന്നവരുടെ എണ്ണം, സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരുടെ എണ്ണം വിരലിലെണ്ണാവുന്നതല്ലേയുള്ളൂ. അത് കമ്മിയല്ലേ എന്നോർത്തിട്ടും നിനക്ക് വിഷമം തോന്നരുത്. മഹാനവറുകൾ പറയാണ്. പിന്നെയും നിർത്തിയില്ല, പിന്നെയും പറയുന്നു, വയ്യാക്കാനി സൂക്ഷിച്ചോളണം, വതുറുഖൽ ളലാല, ലലാലത്തിന്റെ വഴികളെ സൂക്ഷിച്ചോളണം. വഴികേടിന്റെ കാര്യങ്ങളെ ശരിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലാ തഗ്തറ ബികസറത്തിൽ ഹാലികീൻ, ആ ലലാലത്തിന്റെ പാതയിലേക്ക് പ്രവേശിച്ചവരുടെ എണ്ണം ഒരുപാടുണ്ടാകും. പക്ഷേ അത് കണ്ടിട്ട് നീ വഞ്ചിതനായി പോകരുത്. നമ്മളെ മനസ്സ് പതറിപ്പോ ഒരു രംഗാത് എന്താണെന്നറിയോ? കൂടുതൽ ആൾക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്ന് വിട്ടു നിൽക്കണമെങ്കിൽ വല്ലാത്തൊരു മനക്കരുത്ത് വേണം, വല്ലാത്തൊരു മനക്കരുത്ത് വേണം. എല്ലാവരും ഒന്നിന്റെ പിന്നാലെയാണ്. അപ്പൊ നിനക്ക് മനസ്സിലായത് ശരിയല്ല, നീ വിട്ടു നിന്നാൽ വല്ലാത്തൊരു പരീക്ഷണമാണത്, വല്ലാത്തൊരു പരീക്ഷണമാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. പക്ഷേ പതറാൻ പാടില്ല, പതറാൻ പാടില്ല. എത്രയോ ആളുകൾ
ചെയ്യട്ടെ, ആരും ചെയ്യാതിരിക്കട്ടെ. ആളുകൾ ചെയ്യലോ ചെയ്യാതിരിക്കലോ, ആളുകൾ അനുകൂലിക്കലോ പ്രതികൂലിക്കലോ, സാമ്പത്തിക ശേഷിയുള്ളവർ ഏതിന്റെ പിന്നാലെയാണോ, പാവങ്ങൾ ഏതിന്റെ പിന്നാലെയാണോ, പണക്കാരേതിന്റെ പിന്നാലെയാണോ, നേതാക്കൾ ഏതിന്റെ പിന്നാലെയാണോ എന്നൊന്നും നോക്കിയിട്ടല്ല ഒരു സത്യവും അസത്യവും നീ മാനദണ്ഡമാക്കേണ്ടത്. എന്താ മാനദണ്ഡം? പ്രമാണത്തിലുണ്ടോ? പ്രമാണങ്ങളിലുള്ളത് ഒറ്റക്കാണെങ്കിലും ഒറ്റക്ക് ചെയ്തോ, ഒറ്റക്ക് ചെയ്തോ. നീ ഒറ്റക്കാണെങ്കിലും അത് ചെയ്തോളണം, ഒറ്റക്കാണെങ്കിലും ചെയ്തോളണം. അതാണ് ഇസ്ലാമികമായിട്ടുള്ള നമ്മുടെ മര്യാദ. ഇവിടെയൊക്കെ മരണവീടുകളിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, വിവാഹവേദികളിൽ, അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഒട്ടേറെ മേഖലകളിൽ പലപ്പോഴും തിന്മ കരുതിൽക്കുന്ന, അതിന് പച്ചക്കൊടി കാണിക്കുന്ന ധാരാളം പണക്കാരുണ്ടാകും, ധാരാളം നേതാക്കളുണ്ടാകും, അനുയായികളുണ്ടാകും, പലരും ഉണ്ടാകും. പക്ഷെ അവിടെയൊന്നും ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന നിലക്ക് പതറിപ്പോകരുത്. ഒറ്റക്കാണെങ്കിലും ഉറച്ചു നിന്നോളണം എന്നതാണ് ഇസ്ലാമിന്റെ. അവിടെ ക്ഷമ പാലിക്കുക. അവിടെ നമുക്ക് ഏറ്റവും വലിയ പ്രതിഫലം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഏതൊരു രംഗത്തും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പൊതു തത്വമാണത് പ്രിയപ്പെട്ടവരെ. ഈ നിലക്ക് ജനാസയുമായി ബന്ധപ്പെട്ടയിടത്തും കാണുന്ന ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടാകും. അതൊക്കെ കൂടുതൽ ആളുകൾ അതല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊക്കെ ശരിയായിരിക്കാമെന്ന നിലക്ക് കൂടിക്കൊടുക്കുകയല്ല വേണ്ടത്. ഒറ്റക്കാണെങ്കിലും നീ പ്രതിഷേധിച്ചു മാറി നിൽക്കേണ്ടതുണ്ട്. തിന്മയാണോ, ശരിയല്ലെന്ന് തോന്നിയിട്ടുണ്ടോ, പ്രമാണബദ്ധമാണോ, നിനക്കുറപ്പുണ്ടോ എങ്കിൽ നീ മാറി നിൽക്കുക. നിനക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. അല്ലാതെ ഒപ്പം കൂടികളായി ഒപ്പം കൂടി കൊടുക്കുകയല്ല വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കെന്താണ് കഴിയുക, ആ കഴിവിന്റെ അപ്പുറം അല്ലാഹു നമ്മളോട് ഒരാളോടും കൽപ്പിച്ചിട്ടില്ല. നീ ഒരു തിന്മ കണ്ടാൽ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടയണം. അതെനിക്ക് അധികാരമുള്ളയിടത്താണ്, എനിക്ക് ശക്തി പ്രയോഗിക്കാൻ കഴിയുന്നിടത്താണ് ആ നിർദ്ദേശം എന്നോടും നിങ്ങളോടും ഒക്കെയുള്ളത്. സാധ്യമല്ലെങ്കിൽ തിന്മക്കെതിരെ നീ നാവ് കൊണ്ട് പ്രതികരിക്കുക, എതിർക്കുക, പറയുക, അതിന്റെ വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ടും ആ തിന്മ മാറുന്നില്ലയോ, സാധ്യമല്ലയോ, നീ വിട്ടു നിൽക്കുക. നിന്റെ ഖൽബ് കൊണ്ട് നീ പ്രതിഷേധം പ്രകടിപ്പിക്കുക. അതിൽ നിന്ന് വിട്ടു നിൽക്കുക, ബഹിഷ്കരിക്കുക. അതും കൂടി ചെയ്യാൻ നിനക്ക് സാധ്യമല്ലെങ്കിൽ ഹൃദയത്തിൽ ഈമാനിന്റെ തരിമ്പ് പോലും ഇല്ലെന്ന് ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സത്യത്തോടാണ് പ്രതിബദ്ധത, ഭൂരിപക്ഷത്തോടല്ല, മറ്റേതെങ്കിലും സ്വാധീനങ്ങളോടല്ല, സത്യത്തോടാണ് പ്രതിബദ്ധത. ഏത് രംഗത്തും ഈ വിഷയം തീരുവോളവും ഈ വിഷയത്തിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മളത് മനസ്സിലാക്കിയിരിക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ചിലർ ന്യായം പറയുന്നു, ജനാസയുടെ കൂടെ, ജനാസയുടെ അരികിൽ വെച്ച് ഖുർആൻ ഞങ്ങൾ ഓതുന്നത് അവിടെ ഇരുന്ന് ആളുകൾ വർത്താനം പറയുന്നത് കൊണ്ടാണ്. ആ വർത്തമാനം പറയലും ആറണമെങ്കിൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതിയാ പിന്നെ എല്ലാവരും മിണ്ടാതിരുന്നോളും. ജനാസയുടെ കൂടെ ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലി നടക്കുന്നത്, ആളുകൾ അതിന്റെ കൂടെ മറ്റു വർത്താനം പറഞ്ഞു നടക്കുന്നത് ഇല്ലാതാക്കാനാണ്. ഇങ്ങനെയല്ല ഇസ്ലാമിന്റെ ഒരു കാര്യം ചെയ്യേണ്ടത്. ഒരിടത്ത് ഒരു കൂട്ടർക്ക് ഇസ്ലാമിന്റെ മര്യാദ അറിയില്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ തൽസ്ഥാനത്ത് നമ്മളൊരു വിദഅത്ത് നടപ്പിലാക്കുകയല്ല. അനൊരിക്കൽ മുമ്പ് സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ജുമാ ഖുത്ബ നടക്കുന്ന നേരത്ത് അതാ തന്റെ സഹോദരനോട് മിണ്ടാതിരിക്കൂ എന്ന് പറയുന്നത് പോലും നമ്മുടെ സംസാരത്തിൽ പെട്ടതായതുകൊണ്ട് നമ്മുടെ ഖുത്ബ നഷ്ടപ്പെടാനും ജുമാ നഷ്ടപ്പെടാനും കാരണമാകുമെന്നും അത്രത്തോളം മൗനിയായിട്ടിരുന്ന് ഖുത്ബ ശ്രവിക്കണമെന്നും പറയുമ്പോ ഒരാൾ പറയണെന്ത്, ഒരാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ആൾക്കാരിങ്ങനെ മിണ്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പൊ എന്താണ്, അവരിപ്പോ അങ്ങനെ ഖുത്ബ ഒന്നും അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് എല്ലാവരും ഖുർആൻ ഓതാൻ പറ, അല്ലെ ദിക്ർ എല്ലാം പറയാ എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമാകുമോ? മൗനം പാലിച്ച് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കേണ്ടിടത്ത് അതാണ് സുന്നത്തെന്ന് ജനങ്ങളെ പഠിപ്പിക്കലാ വേണ്ടത്. അതല്ലാതെ അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു പരിപാടി നടപ്പിലാക്കുക എന്നും പറഞ്ഞിട്ട് നടപ്പിലാക്കേണ്ടതല്ല. സമൂഹത്തിൽ പല അനാചാരങ്ങളും കടന്നു വന്നത് അങ്ങനെയാണ്. ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ടേ ജനാസയുടെ കൂടെ ഇങ്ങനെ മൗനമായിട്ടാ പോകേണ്ടത്, അതെല്ലാവർക്കും അറിയാം. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ടും ആളുകൾ വർത്തമാനം പറയാൻ തുടങ്ങിയപ്പോഴാണത്രേ ദിക്ർ ചൊല്ലൽ തുടങ്ങിയത്. അതിന് ദിക്ർ ചൊല്ലൽ തുടങ്ങിയല്ല വേണ്ടത്, ആ മനുഷ്യന്മാരോട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വേണ്ടത്. സംസാരിക്കരുത്, ഇസ്ലാമിന്റെ നിയമം പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഒരു നിയമത്തിൽ നിന്ന് ജനങ്ങൾ കുതറിമാറുമ്പോ അതില്ലായ്മ ചെയ്യാൻ തൽസ്ഥാനത്ത് മറ്റൊരു വിദഅത്ത് കൊണ്ടുവരലല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ
നാം ചെയ്യേണ്ടത്. മറിച്ച് ഏതൊരു കാര്യങ്ങളിലാണെങ്കിലും എന്താണോ നിയമം ആ സ്ഥാനത്ത് പഠിപ്പിക്കേണ്ടത്, പകർന്നു കൊടുക്കേണ്ടത്, അത് പഠിപ്പിക്കുക, അത് പകർന്നു കൊടുക്കുക, അതാണ് നാം ചെയ്യേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സഹോദരങ്ങളെ, ജനാസയെ അനുഗമിക്കുന്ന രീതിയെ സംബന്ധിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസയുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഏത് രൂപത്തിൽ എങ്ങനെ നടക്കലാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്? അഥവാ അതിന്റെ മുന്നിൽ നടക്കലാണോ, പിന്നിൽ നടക്കലാണോ, വലതുഭാഗത്ത് നടക്കലാണോ, ഇടതുഭാഗത്ത് നടക്കലാണോ, എങ്ങനെയാണ് ജനാസയുടെ കൂടെ പോകേണ്ടത്? പണ്ഡിതന്മാര് പറയുന്നത് വയജൂസുൽ മശിയു അമാമഹാ വഖൽഫഹാ വഅൻ യമീനിഹാ വയസാരിഹാ അലാ അൻ യകൂന ഖരീബൻ മിൻഹാ ഇല്ല الراكب فيسير خلفها لقوله صلى الله عليه وسلم الراكب يسير خلف الجنازة والماشي حيث شاء منها. എന്താണ് പറയുന്നത്? ജനാസ വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ, മയ്യത്ത് കട്ടിലിൽ ജനാസയും വഹിച്ചുകൊണ്ട് പോകുമ്പോ ആളുകൾ നടക്കേണ്ടത് മുന്നിലാണോ പിന്നിലാണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുന്നിലും നടക്കൽ അനുവദനീയമാണ്, പിന്നിൽ നടക്കലും അനുവദനീയമാണ്. മയ്യത്ത് കട്ടിലിന്റെ വലതുഭാഗത്തും നടക്കാം, ഇടതുഭാഗത്തും നടക്കാം. പക്ഷേ ജനാസയുമായി അടുത്ത അവലായപ്പെട്ടവും നല്ലത് ഇല്ല റാക്കിബു, വാഹനത്തിൽ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴികെ അവൻ അതിന്റെ പിന്നിലാണ് യാത്ര ചെയ്യേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അർറാകിബു യസീറു ഖൽഫൽ ജനാസ, ജനാസയുടെ പിന്നിലാണ് വാഹനത്തിലേറിയവൻ സഞ്ചരിക്കേണ്ടത്. വൽ മാശി, നടന്നു പോകുന്നവനോ ഹൈസു ശാഅ മിൻഹാ, ഉദ്ദേശിക്കുന്നിടത്തൊക്കെ അവന് നടക്കാം. അഥവാ ഖൽഫഹാ വ അമാമഹാ വ അൻ യമീനിഹാ വ അൻ യസാരിഹാ ഖരീബൻ മിൻഹാ, ജനാസയുടെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റുന്ന നിലക്ക് ഇങ്ങനെ ഒപ്പം പോവുക. അത് ഏറ്റവും പ്രാധാന്യം എന്താണ്? മുന്നിലും പിന്നിലുമൊക്കെ നടക്കാമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠകരമായത് പിന്നിൽ നടക്കലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കിനോട് ഏറെ യോജിക്കുന്നത് ആ നടത്തമാണ്. കാരണം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വത്തബിഉൽ ജനായിസ, നിങ്ങൾ ജനാസയെ പിന്തുടരൂ എന്നാണല്ലോ, നിങ്ങൾ ജനാസയെ അനുഗമിക്കൂ എന്നാണല്ലോ. അപ്പൊ ജനാസയെ പിന്തുടരുക എന്നത് വാക്കർത്ഥത്തിൽ തന്നെ പാലിക്കപ്പെടണമെങ്കിൽ ജനാസയുടെ പിന്നിൽ തുടരലാണ്, ജനാസയുടെ പിന്നിൽ നടക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. ആ നിലക്കുള്ള ചില റിപ്പോർട്ടുകളൊക്കെ സഹാബിമാരിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അലി റളിയല്ലാഹു തആല അൻഹു ഒക്കെ അതിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. അൽ മശിയു ഖൽഫഹാ അഫ്ളലു മിനൽ മശി അമാമഹാ, ജനാസയുടെ മുന്നിൽ നടക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായത് ജനാസയുടെ പിന്നിൽ നടക്കലാണ്. ആ നിലയ്ക്ക് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ വാഹനപ്പുറത്ത് പോകുന്നതിനെ സംബന്ധിച്ച് അത് നല്ലതല്ല. ജനാസയുടെ പിന്നാലെ പോകുമ്പോൾ വാഹനത്തിലേറിപ്പോകൽ നല്ലതല്ല, അനുവദിക്കപ്പെട്ടതാണെങ്കിലും അത് നല്ലതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു ജനാസയുടെ കൂടെ നടക്കുമ്പോ ഉത്തിയ ബിദാബ, അന്നത്തെ വാഹനം നട മൃഗാണല്ലോ, ഒരു മൃഗം കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, പ്രവാചകരെ അങ്ങ് ഇതിന്മേൽ യാത്ര ചെയ്തോളൂ. ഫഅബാ അൻ യർകബഹാ, അവിടുന്ന് അതിന്മേൽ കയറാൻ വിസമ്മതിച്ചു, അവിടുന്ന് ആ വാഹനപ്പുറത്തേറാൻ വിസമ്മതിച്ചു. ഫലമ്മൻ സറഫ, അങ്ങനെ ജനാസ അടക്കമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഉത്തിയ ബിദാബ, അതേ മൃഗം കൊണ്ടുവരപ്പെട്ടപ്പോൾ ഫറകിബ, അവിടുന്ന് തിരിച്ചു വരുമ്പോ വാഹനത്തിൽ ഏറുകയും ചെയ്തു. ഫഖീല ലഹു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടു, എന്താണ് പ്രവാചകരെ അങ്ങ് അങ്ങോട്ട് പോകുമ്പോൾ ചെയ്തില്ലല്ലോ, ഇങ്ങോട്ട് വന്നപ്പോൾ വാഹനത്തിൽ കയറിയല്ലോ, എന്താണ് ഈ വ്യത്യാസത്തിന്റെ കാരണം? സഹാബിമാരങ്ങനെയാണല്ലോ, അവർക്ക് സംശയം തോന്നിയാൽ ദീനല്ലേ പഠിക്കാനുള്ള ആവേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇന്നൽ മലായികത കാനത് തംശീ فلما كل يركب وهم يمشون فلما ذهبوا ركبتوا. അല്ലാഹുവിന്റെ മലക്കുകളതാ ജനാസയുടെ കൂടെ പോകുമ്പോൾ അവര് നടത്തത്തിലാണ്, അവര് നടന്നു പോകുന്നിടത്ത്, മലക്കുകൾ നടന്നു പോകുന്നിടത്ത് വാഹനത്തിലേറാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതേ അവസരത്തിൽ അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ പിരിഞ്ഞുപോയി. ഫലമ്മാ ദഹബു, അവരൊക്കെ പിരിഞ്ഞുപോയപ്പോൾ റകിബതു, തിരിച്ചു വരുമ്പോൾ ഞാൻ
വാഹനത്തിലേറുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തിരിച്ചു പോരുമ്പോ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് അനുവദനീയാണ്. അങ്ങോട്ട് പോകുമ്പോ വാഹനത്തിലേറുന്നത് കറാഹത്താണ്, ഇങ്ങോട്ട് വരുമ്പോ വാഹനത്തിലേറുന്നത് കറാഹത്ത് പോലുമില്ലാത്ത ജായിസാണ് എന്നാണ് ഇപ്പോ പറഞ്ഞതിന്റെ അർത്ഥം. ആ രൂപത്തിലുള്ള വേറെയും റിപ്പോർട്ടുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സഹീഹായ സംഭവങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. അപ്പോ ജനാസയുടെ മുന്നിൽ നടക്കലും പിന്നിൽ നടക്കലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇതാണ് അതുമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പ്രിയപ്പെട്ടവരെ, ജനാസ കാണുന്ന അവസരത്തിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ടോ? നമ്മുടെ സമീപത്തുകൂടെ ഒരു ജനാസ കടന്നു പോവുകയാണ്. അങ്ങനെ ജനാസ കടന്നു പോകുന്ന നേരത്ത് എന്താണ് നാം ആ ഘട്ടത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ജനാസ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. പിന്നീട് പ്രവാചകൻ അത് ഒഴിവാക്കിയിട്ടുമുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ജനാസ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ മുമ്പുണ്ടായിരുന്ന സമ്പ്രദായമാണെന്നും ഇപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നും അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അതേ അവസരത്തിൽ ഈ രണ്ട് സംഭവങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പണ്ഡിതൻ ലോകം എത്തിയിട്ടുള്ള ചില അഭിപ്രായങ്ങളുമുണ്ട്. ഒന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അർറാജിഹു അന്നൽ ഇൻസാന ഇദാ മറത് ബിഹിൽ ജനാസ ഖാമ ലഹാ. ഒരാളുടെ സമീപത്തുകൂടെ ഒരു ജനാസ കടന്നു പോവുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കലാണ് നല്ലത്. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമറ ബിദാലിക വഫഅലഹു അയ്ളാ. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ട് കൽപ്പിച്ചിട്ടുമുണ്ട്, അവിടുന്ന് അത് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ സുമ്മ തറകഹു, പിന്നീട് നബി തിരുമേനി അത് ഉപേക്ഷിച്ചിട്ടുമുണ്ട്. വൽ ജംഉ ബൈന ഫിഅലിഹി വതർകിഹി, അവിടുത്തെ പ്രവൃത്തി ഒരിക്കലുണ്ടായി, ഒരിക്കൽ അവിടുന്ന് ഉപേക്ഷിക്കുകയും ചെയ്തത്. കൂട്ടിയോജിപ്പിക്കുമ്പോൾ അന്ന തർകഹു, അവിടുന്ന് ഒരു കാര്യം ഉപേക്ഷ വരുത്തിയത് എന്തിനാണ്? ഒരിക്കൽ നബി എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അതെന്തിനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലിയുബയ്യിന, വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ്. അന്നൽ ഖിയാമ ലൈസ ബിവാജിബിൻ, ജനാസ കാണുമ്പോഴൊക്കെ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കൽ വാജിബാണ്, ഒരു നിർബന്ധാണ്, തെറ്റിദ്ധരിക്കാതിരിക്കാനാണ്. ചില ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുന്നത് നിർബന്ധമൊന്നുമല്ല. ആരെങ്കിലും അങ്ങനെ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അവനൊരു മഹാപാപം